നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം വാഹന പ്രചരണ ജാഥയ്ക്ക് ചേലക്കര സെന്ററിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗം പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഷബീർ ഹസൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ജാതി സെൻസസ് നടത്തുക, എയ്ഡഡ് നിയമനം PSCക്ക് വിടുക, സർക്കാർ സർവീസിൽ ജനസംഖ്യ ആനുപാതിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ബഹുജന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. വാഹന പ്രചരണ ജാഥയുടെ ചേലക്കരയിൽ നടന്ന സ്വീകരണ യോഗം വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഷബീർ ഹസൻ ഉദ്ഘാടനം ചെയ്തു. ജാഥ മാനേജർ MM മൊയ്തുണ്ണി അധ്യക്ഷത വഹിച്ചു. മണ്ഡല കമ്മിറ്റി പ്രസിഡന്റ് PM ഷാജഹാൻ, മണ്ഡലം സെക്രട്ടറി KK സഫൂറ, വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം ട്രഷറർ സെയ്ദൽവി വട്ടത്തറ, ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി E ഷമീർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. എത്താൻ കഴിയാതെ ദളിതുകളും ആദിവാസികളും മുസ്ലിം ന്യൂനപക്ഷങ്ങളും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും പുറന്തള്ളപ്പെട്ടു. സ്വാതന്ത്ര്യാനന്തരവും ഇവിടെ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ അതിന്റെ അതീശ ശക്തികളുടെ സമ്മർദ്ദപരമായി അവർക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞില്ല. എന്നാൽ ഭരണഘടന വളരെ കൃത്യമായി ഉറപ്പു നൽകുന്നു, എല്ലാ പൗരന്മാർക്കും തുല്യ പദവിയും തുല്യ അവസരവും ഉറപ്പു നൽകുന്നുണ്ട്. പക്ഷേ അത് നടപ്പിലാക്കുവാൻ ഇവിടുത്തെ ഭരണകൂടം തയ്യാറാകുന്നില്ല. നമുക്കറിയാം, കോവിഡ് മഹാമാരിക്ക് ശേഷം ഇന്ത്യൻ സാമൂഹിക സാഹചര്യത്തെ പറ്റി ഓക്സ്ഫാം റിപ്പോർട്ടിൽ പറയുന്നത് ഇവിടെയുള്ള അതിസമ്പന്നരായ 1% ആളുകളാണ് മൊത്തം സമ്പത്തിന്റെ 40% കൈവശം വെച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെയുള്ള താഴേക്കടിയുള്ള 50% ആളുകൾ ആസ്വദിക്കുന്നത്, അനുഭവിക്കുന്നത് രാജ്യത്തിന്റെ മൊത്തം സമ്പത്തിന്റെ 3% മാത്രമാണ്. മറ്റൊന്ന് ഒരു കണക്കൂടി നോക്കുകയാണെങ്കിൽ ഇവിടെ GST നൽകുന്നത് 64%, 14.83 ലക്ഷം കോടി രൂപ GST നൽകുന്നത് ഈ സാധാരണക്കാരായ താഴെത്തട്ടിലുള്ള 50% പേരാണ്. അതിസമ്പന്നരായ 10% ആളുകൾ നൽകുന്ന GST എന്ന് പറയുന്നത് വെറും 3% മാത്രമാണ്. ഇങ്ങനെ സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ഈ 50% ആരാണ് എന്ന് അന്വേഷിച്ചാൽ അവർ ഈ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ നിന്നും പുറന്തള്ളപ്പെട്ടു പോയ ദളിതുകളും ആദിവാസികളും അതുപോലെ തന്നെ പട്ടികവർഗം, പട്ടികജാതി, അതുപോലെ തന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ അവസരങ്ങളിൽ, ജോലികളിൽ ഇവിടെ അഭിമാനിക്കുന്ന ജോലികൾ, വൈറ്റ് കോളർ ജോലി എന്ന് പറയുന്ന ജോലി ചെയ്യുന്നത് ഉയർന്ന ജാതി സമൂഹം എന്ന് അവകാശപ്പെടുന്ന 16% വരുന്ന ആളുകൾ ഇവിടുത്തെ OBC, SC, ST വിഭാഗങ്ങളെക്കാൾ 4 ഇരട്ടിയിലധികം ഈ വൈറ്റ് കോളർ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ അവർ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി, സാധാരണക്കാരായ OBC, SC, ST വിഭാഗങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയുടെ ഇരട്ടിയോളം ഈ സവർണ സമൂഹം കൈവശം വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വെൽഫെയർ പാർട്ടി പറയുന്നു, ഇത് പുതിയ കാര്യമല്ല, ഇന്ത്യൻ ഭരണഘടനയ്ക്കനുസൃതമായി ഈ രാജ്യത്ത് ഒരു സാമൂഹിക ക്രമം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുനഃക്രമീകരണം അത് സാധ്യമാക്കണം. അതിന് കൃത്യമായി ജാതി സെൻസസ് നടത്തി ഏതൊക്കെ ജാതി സമൂഹങ്ങൾ ഏതൊക്കെ തൊഴിലുകളിൽ അവർ എത്ര കണ്ട് സമ്പത്തിൽ, വിഭവങ്ങളിൽ, അധികാരങ്ങളിൽ, പദവികൾ അവർ ഉണ്ട് എന്ന് പഠിച്ച് അതിൽ പിന്നോക്കം നിൽക്കുന്ന ജാതി സമൂഹങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ അവർക്ക് സംവരണം ഏർപ്പെടുത്തണം. ഇവിടെ നരേന്ദ്രമോദി ഗവൺമെന്റ് സാമൂഹിക സംവരണത്തെ അട്ടിമറിച്ചുകൊണ്ട് സാമ്പത്തിക സംവരണം കൊണ്ടുവന്നപ്പോൾ ഒരു തരത്തിലും ഇല്ലാതെ പഠനം നടത്താതെ, ജാതി സെൻസസ് നടത്താതെ വെറും സാമ്പിൾ സർവേ മാത്രം വെച്ചുകൊണ്ടാണ് സാമ്പത്തിക സംവരണം കൊണ്ടുവന്നത്. അത് മുന്നോക്ക ജാതിയിലെ ആളുകൾ അവർ എത്ര കണ്ട് അധികാരത്തിലുണ്ട്, പദവികളിലുണ്ട്, വിഭവങ്ങൾ അവരുടെ കൈകളിലുണ്ട്, അല്ലെങ്കിൽ അവരിൽ തന്നെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ എത്ര ശതമാനമുണ്ട് എന്ന ഒരു കണക്കെടുപ്പ് നടത്താതെയാണ് സാമ്പത്തിക സംവരണം കൊണ്ടുവന്നത്. റൈറ്റ് ന്യൂസ് ചേലക്കര.